Welcome back, and this is part 3 of carbohydrate. Okay, അപ്പോൾ ഇത് ഇപ്പോഴും ബയോകെമിസ്ട്രിയുടെ ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ തേർഡ് പാർട്ട്. ആൻഡ് ഈ പാർട്ടിൽ നമ്മൾ സോഴ്സസ് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ് കഴിഞ്ഞ 2 പാർട്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ 2 പാർട്സ് കാണാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ 2ൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് ഈ ഒരെണ്ണത്തിലേക്ക് വരാം, വിച്ച് ആർ ദ സോഴ്സസ്. സോ ലെറ്റ് us see എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സോഴ്സസ് എന്നുള്ളത്. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ്സ് വളരെ അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആണ് ഒരുപാടധികം ഭക്ഷണ പദാർത്ഥത്തിൽ. ഓക്കെ, പ്രൈമറിലി പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതിൽ. ആൻഡ് നമുക്കിതിനെ പല തരത്തിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ സ്ട്രക്ചറിനെയും അതേപോലെ അതിൻ്റെ ന്യൂട്രീഷണൽ റോളിനെയും അപേക്ഷിച്ചാണ് ഈ സോഴ്സസിനെ ശരിക്കും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സോഴ്സസിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്ത് സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ട്, സ്റ്റാർച്ചസ് ഉണ്ട്, ആൻഡ് ഡയറ്ററി ഫൈബർ ഉണ്ട്. ഇതാണ് 3 പ്രധാന ക്ലാസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ ഓരോന്നിൻ്റെയും സോഴ്സസിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നമുക്ക് നടത്താം. സോ ലെറ്റ് us see what are the sources. Alright. സോ മോണോസാക്രൈഡ്സ് ആൻഡ് ഡൈസാക്രൈഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വി നോ വെരി വെൽ എന്താണ് മോണോസാക്രൈഡ്സ്, എന്താണ് ഡൈസാക്രൈഡ്സ് എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ മോണോസാക്രൈഡ്സ് ആയിരുന്നാലും ഡൈസാക്രൈഡ്സ് ആയിരുന്നാലും ഇതിനെ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആൻഡ് അത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അത് എന്താ പറയേണ്ടത്, ഈസിയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നതിന്, അതേപോലെ ക്വിക്ക് ആയിട്ടുള്ള എനർജി അതിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്യും എന്നുള്ളത്. ടിപ്പിക്കലി അത് സ്വീറ്റ് ആണ് ആൻഡ് എന്താ പറയേണ്ടത്, ബ്ലഡ് സ്ട്രീമിലോട്ട് ഒരു റെഡിലി അബ്സോർബ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ സോഴ്സസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അതിൻ്റെ ഒരു പ്രധാന സോഴ്സാണ്, ഹണി ഒരു പ്രധാന സോഴ്സാണ്, ആൻഡ് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സും ഒരു പ്രധാന സോഴ്സ് തന്നെയാണ്. ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഇത് രണ്ടും നാച്ചുറൽ ഷുഗേഴ്സ് തന്നെയാണ്, അല്ലേ? ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസ്റ്റന്റ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഹണിയുടെ കാര്യം നോക്കിയാൽ എഗെയിൻ ഫ്രക്ടോസും ഗ്ലൂക്കോസും അതിനകത്ത് നിന്ന് വരുന്നു, ആൻഡ് ഇറ്റ് ഇസ് എ റിച്ച് നാച്ചുറൽ സോഴ്സ്. അതേപോലെ മിൽക്കും ഡയറി പ്രോഡക്ട്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലാക്ടോസ് ഉണ്ട്. ലാക്ടോസ് എന്താണ്? അതൊരു ഡൈസാക്രൈഡ് ആണ്. ആൻഡ് അതിനകത്ത് ഗ്ലൂക്കോസും വരുന്നുണ്ട്, ഗാലക്ടോസും വരുന്നുണ്ട് എന്നുള്ള. വീണ്ടും എനർജി, പ്രത്യേകിച്ചും ഇൻഫൻസിലും ചെറിയ കുട്ടികളിലും എനർജിയുടെ ഒരു വലിയ ഒരു പ്രൊവൈഡർ തന്നെയാണ് ഈ ഡയറി പ്രോഡക്ട്സ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ സ്റ്റാർച്ചിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റാർച്ച്? ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലേ? ആൻഡ് അതിൻ്റെ ആ ഒരു പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മെയിൻ എനർജി റിസർവ് ഇൻ പ്ലാന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, സ്റ്റാർച്ച് എപ്പോഴും നമ്മൾ അതിനെ ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോങ് ചെയിൻസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസിന്റെ ലെങ്തി ആയിട്ടുള്ള ചെയിൻസ് ആണ്. ആൻഡ് ദീസ് ആർ സ്ലോലി ഡൈജസ്റ്റഡ് ടു റിലീസ് എനർജി ഓവർ ടൈം. അതിന്റെ ഡൈജഷൻ പതുക്കെയാണ് നടക്കുന്നത്, അപ്പം എനർജി റിലീസും അങ്ങനെയായിരിക്കും അതിന്റെ ഇത് സംഭവിക്കുക. ഓക്കെ, ഇതിന്റെ സോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് സീരിയൽസ് ആൻഡ് ഗ്രെയിൻസ്. അപ്പോൾ സീരിയൽസ് ലൈക്ക് റൈസ്, വീറ്റ്, കോൺ, ആൻഡ് ഇതിനകത്തൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അബണ്ടൻ്റ് ആയിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ റൈസും വീറ്റും കോണും ഒക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുടെ പ്രധാന ഒരു ഡയറ്റ് എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം, അല്ലേ? അതേപോലെ ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഇൻ ട്യൂബേഴ്സ് ആൻഡ് റൂട്ട് വെജിറ്റബിൾസ്. അപ്പോൾ പൊട്ടറ്റോസ്, അതേപോലെ മറ്റ് റൂട്ട് വെജിറ്റബിൾസ്, അതിനകത്ത് ഒരു ഹൈ ലെവൽ ഓഫ് സ്റ്റാർച്ച് ഉണ്ട്, ആൻഡ് ദാറ്റ് മേക്സ് ദം എക്സലന്റ് എനർജി സോഴ്സസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി ഡയറ്ററി ഫൈബർ. അപ്പോൾ ഡയറ്ററി ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഹ്യൂമൻ എൻസൈംസിന് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഡയറ്ററി ഫൈബർ എന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ആ ഒരു ഡൈജസ്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അത് എങ്ങനെയാണ്? റെഗുലർ ആയിട്ടുള്ള ബവൽ മൂവ്മെൻറ്റ്സിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഗട്ടിലുള്ള മൈക്രോബയോട്ട അല്ലെങ്കിൽ ആ ഒരു എന്താ പറയേണ്ടത്
ഗട്ടിൻ്റെ ഒരു എൻവയൺമെൻറ്റ് നല്ലതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം കൊളസ്ട്രോൾ ലെവൽസിനെയും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. നമുക്ക് ഈ ഡയറ്ററി ഫൈബേഴ്സ് തന്നെ പലതരം ഉണ്ട്. ആൻഡ് ഈ പല ടൈപ്സിനും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ബെനഫിറ്റ്സും അതിൻ്റെ ഫങ്ഷനാലിറ്റീസും. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇതിൻ്റെ സോഴ്സസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഹോൾ ഗ്രെയിൻസ് എന്തൊക്കെയാ? ഓട്സ്, ബാർലി, ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് ദീസ് ഹാവ് ഹൈ ഫൈബർ കണ്ടന്റ് ഇൻ. അപ്പോൾ ഹൈ ഫൈബർ കണ്ടന്റ് എന്ന് പറയുമ്പം ദർ ഇസ് സെല്ലുലോസ്, ദർ ഇസ് ഹെമി സെല്ലുലോസ് ആൻഡ് ദർ ഇസ് ബേറ്റ ഗ്ലൂക്കൻസ് അല്ലേ. ഇനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ആപ്പിൾസ്, ഓറഞ്ചസ്, ക്യാരറ്റ്സ്, അതേപോലെ ഗ്രീൻ ആയിട്ടുള്ള ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ്. ഇതിനകത്ത് സോല്യുബിൾ ആയിട്ടുള്ളതും അതേപോലെ ഇൻസോല്യുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ലൈക്ക് പെക്റ്റിൻ, സെല്ലുലോസ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഡൈജസ്റ്റീവ് ഹെൽത്തിലേക്ക് ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ ഇതിനുണ്ടാകുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു ബ്ലഡ് ഷുഗറിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് എന്താ പറയണ്ടേ, അനദർ സോഴ്സ് ഈസ് ദി ലെഗ്യൂംസ്. ഇപ്പം ലെഗ്യൂംസിൽ നമ്മൾ നോക്കിയാൽ ബീൻസ്, ലെൻറ്റിൽസ്, പീസ്, നമ്മൾ ഗ്രീൻ പീസ്, ഇതിനകത്തു നിന്നൊക്കെ സഫിഷ്യൻറ്റ് എമൗണ്ട് ആയിട്ടുള്ള ഫൈബർ ലഭിക്കുന്നു. അതിനകത്ത് എന്താ പറയേണ്ടത്, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാർച്ചും അതിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദീസ് സെർവ് ആസ് പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതിന് സാധിക്കുന്നു എന്നുള്ളത്. ഇനി ഇത് കൂടാതെ ഇനിയും സോഴ്സസ് ഉണ്ട്. ഓക്കെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ സിമ്പിൾ ഷുഗേഴ്സ്, ഈ ഫ്രക്ടോസ്, ഡയറ്ററി ഫൈബർ, ഇതൊക്കെ ഒത്തിരി അധികം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിൽ നിന്ന് ജനറലി വരുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ ഗ്രെയിൻസ് ആൻഡ് സീരിയൽസ്, ഇത് പ്രൈമറി സോഴ്സസ് ഓഫ് സ്റ്റാർച്ച് തന്നെയാണ്. ഗ്രെയിൻസ് ആൻഡ് സീരിയൽസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ. സോ ഇസ് ദ കേസ് വിത്ത് ലെഗ്യൂംസ്, അതേപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴും. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പറയാം, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാടധികം വെറൈറ്റി ഓഫ് ഫുഡ്സിൽ അത് അവൈലബിൾ ആണ്. അതിനകത്ത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സസ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും റിച്ച് സോഴ്സസ് ആണ് സിമ്പിൾ ഷുഗേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഡയറ്ററി ഫൈബറിൻ്റെതും. ഗ്രെയിൻസും സീരിയൽസും പ്രധാനമായിട്ട് സ്റ്റാർച്ചിൻ്റെ സോഴ്സസ് ആണ് ഗ്രെയിൻസ് ആൻഡ് സീരിയൽസ്. ലെഗ്യൂംസ് എന്താ പറയേണ്ടത്, അത് മെയിനായിട്ട് സ്റ്റാർച്ചും ഉണ്ട്, അതിൽ ഫൈബറും ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഡയറി പ്രോഡക്ട്സ് ശരിക്കും അവർ ലാക്ടോസിൻ്റെ പ്രൊവൈഡറായിട്ട് മാറുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള എനർജി സോഴ്സസ് അല്ലെങ്കിൽ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സോഴ്സസ് നമ്മൾ നോക്കിയാൽ അത് എനർജി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് മറ്റനേകം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ. സോ ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആ ഒരു ബയോളജിക്കൽ റോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം കാർബോഹൈഡ്രേറ്റ്സിന് ഒരുപാടധികം റോൾസ് ഉണ്ട് ആ ഒരു ബയോളജിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ദ ബോഡി. കാരണം ഇത് ഒരുപാടധികം ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എനർജി പ്രൊവൈഡർ മാത്രം അല്ല, ഫിസിയോളജിക്കൽ ഫങ്ഷൻസിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ റോൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, പ്രൈമറി ഫ്യൂവൽ സോഴ്സ് തന്നെയാണ് ആ ഒരു എനർജി തരുന്നതിന് വേണ്ടിയിട്ട്. ഇത് മെറ്റബോളിക് റെഗുലേഷനെയും ഇത് സഹായകരമാകുന്നു. ആൻഡ് ഡൈജസ്റ്റീവ് ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്, പ്രീബയോട്ടിക് അല്ലേ, അപ്പം അതിനകത്തും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ആ ബയോളജിക്കൽ റോൾസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം എനർജി സോഴ്സ് ആയിട്ടുള്ളത് തന്നെയാണല്ലോ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ വി ക്യാൻ സേ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഒരു ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്നുള്ളത്. റെഡിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്നുള്ളത് അല്ലേ. പ്രത്യേകിച്ചും ആ ഒരു ഹൈ എനർജി ഓർഗൻസിന്, ഹൈ ആയിട്ടുള്ള എനർജി വേണ്ട ഓർഗൻസ് ആണ് ബ്രെയിൻസും മസിൽസും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഉള്ള ആ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് കാർബോഹൈഡ്രേറ്റ്സ് സഹായകരമാകുന്നു എന്നുള്ളത്. ഇനി എന്താണ് ശരിക്കും ഇവിടുത്തെ ഒരു മെക്കാനിസം എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൈജഷന്റെ സമയത്ത് ശരിക്കും കാർബോഹൈഡ്രേറ്റ്സ് ദേ ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്. കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു ആൻഡ് ദാറ്റ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ദെൻ അത് സെൽസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്.
ഇപ്പം സെല്ലുലാർ റെസ്പിറേഷൻ നമുക്കറിയാം അല്ലേ. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷനിലൂടെ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസിസ് വീണ്ടും അത് നടന്നിട്ടാണ് ATP പ്രൊഡ്യൂസ് ആകുന്നത്. ആൻഡ് എന്താ പറയേണ്ടത്, അത് ആണ് ആ ഒരു സെൽസിനുള്ള എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതാണ് ശരിക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു എന്താ പറയേണ്ടത് സെൽസിന്റെ എനർജി കറൻസിയാണ് ATP എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിന്റെ പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രെയിനിന്റെ കാര്യം എടുത്ത് നോക്കുക. പ്രത്യേകിച്ചും ബ്രെയിൻ ഒത്തിരി അധികം റിലൈ ചെയ്യുന്നുണ്ട് ഫോർ എനർജി ഓൺ ഗ്ലൂക്കോസ്. ഓക്കെ. ആൻഡ് അതേപോലെ മസിൽ ടിഷ്യൂസും ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴോ എക്സസൈസ് ചെയ്യുമ്പോഴോ ഒക്കെ മസിൽസും ഗ്ലൂക്കോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് സ്പെസിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കിലോ കാലറീസ് പെർ ഗ്രാം ആണ് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എനർജി. അതുകൊണ്ടാണ് അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ആണ്. സോ വാട്ട് ഇസ് ദിസ്? അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റ്സ് ദേ ആക്ച്വലി ആ ഒരു പ്രോട്ടീൻസിനെ സ്പെയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. സ്പെയർ ചെയ്യുമ്പോഴത്തേക്ക് സ്പെയറിംഗ് ഫ്രം വാട്ട്, എന്തിൽ നിന്ന് അതിനെ ഒഴിവാക്കുന്നു? ഫ്രം ബീങ് യൂസ്ഡ് ആസ് എൻ എനർജി സോഴ്സ്. അപ്പോൾ അതാണ് ആ ഒരു പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻസിനെ ഒരു എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ പ്രോട്ടീൻസ് എനർജി സോഴ്സ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന് അതിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് അല്ലെങ്കിൽ റോൾസിലോട്ട് ഫോക്കസ് ചെയ്യാം. എന്തൊക്കെയാണ് അതിന് വരുന്ന മറ്റ് റോൾസ് എന്ന് പറയുന്നത്? ടിഷ്യൂ റിപ്പയർ, ഗ്രോത്ത് ആൻഡ് എൻസൈംസിന്റെ പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഇത്ര അധികം എനർജി പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിന് ഈ പ്രോട്ടീനെ സ്പെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് എന്ത് മെക്കാനിസമാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ബോഡിയിൽ സഫിഷ്യൻ്റ് ആണ്, അഡിക്വേറ്റ് ആണ് എങ്കിൽ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എനർജിക്ക് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രോട്ടീൻ അവിടെ പ്രിസർവ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ പ്രോട്ടീൻ ഫസ്റ്റ് പ്രിഫറൻസ് അല്ലാത്തത് കൊണ്ട് പ്രോട്ടീന് അതിൻ്റെ ഫങ്ഷൻ, അതായത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ റോൾസിലോട്ട് പ്രോട്ടീൻസിന് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിൽ ദ ബോഡി മേ ബ്രേക്ക് ഡൗൺ മസിൽ പ്രോട്ടീൻ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഫോർ എനർജി. അതായത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത അവസ്ഥയിൽ, ഓക്കെ, സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത അവസ്ഥയിൽ വാട്ട് ദ ബോഡി വിൽ ഡു ഇസ് ദെൻ ഇറ്റ് വിൽ ടേൺ ടു പ്രോട്ടീൻസ് എന്നുള്ളതാണ്. പ്രോട്ടീൻസിനെ യൂസ് ചെയ്യും അത് എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? മസിൽ ലോസ് സംഭവിക്കുന്നു ആൻഡ് ഒരുപാട് അധികം ബോഡിലി ഫങ്ഷൻസ്, അവിടെ പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള ബോഡിലി ഫങ്ഷൻസ് കോംപ്രമൈസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷന്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ക്രിട്ടിക്കലാണ്. എന്താ പറയേണ്ടത്? ആ ഒരു മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മറ്റനേകം ബോഡി ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനും. അപ്പം കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് അവിടെ ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഡയറ്ററി പ്രോട്ടീൻസിന്റെ ഉപയോഗം ശരിക്കും ആ ഒരു ബിൽഡിംഗ് ആൻഡ് ടിഷ്യൂ റിപ്പയർ എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇറ്റ് വിൽ നോട്ട് ബി യൂസ്ഡ് ഫോർ എനർജി എന്നുള്ളതാണ്. ഓക്കെ. ഇത് പ്രത്യേകിച്ചും ആ ഒരു ഗ്രോത്ത് പീരിയഡിലൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പീരിയഡ് അല്ലെങ്കിൽ റിക്കവറി പീരിയഡ്, ഇനി അതും അല്ലെങ്കിൽ മസിൽ മെയിൻ്റെനൻസിന്റെ ഒരു അവസ്ഥ വരുന്ന നമ്മുടെ ശരീരത്തിൽ, അപ്പോഴെല്ലാം നമുക്ക് പ്രോട്ടീൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അല്ലേ. അടുത്തത് വി വിൽ ലുക്ക് അറ്റ് ദി ഫാറ്റ് മെറ്റബോളിസം റെഗുലേഷൻ. സോ എന്താണ് ഈ ഫാറ്റ് മെറ്റബോളിസം റെഗുലേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇതിന് ആവശ്യമാണ്. ദേ ആർ റിക്വയർഡ്. ആ ഒരു ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സിന്റെ ഓക്സിഡേഷൻ, ഫാറ്റ്സിനെ മെറ്റബോളിസം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് റിക്വയർഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് അവിടെ വന്നില്ല എങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കീറ്റോൺ ബോഡീസ് അവിടെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അങ്ങനെയാണ് ആ കീറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം നമുക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഓക്സിലോ അസിറ്റേറ്റ്
കാർബോഹൈഡ്രേറ്റ്സ് ആക്ച്വലി ഈ ഓക്സിലോ അസിറ്റേറ്റ് സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഓക്സിലോ അസിറ്റേറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ മോളിക്യൂൾ റിക്വയർഡ് ഫോർ ദ സിട്രിക് ആസിഡ് സൈക്കിൾ, അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രെബ്സ് സൈക്കിളിലൂടെയാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിന്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റബോളിസം നടക്കുന്നത്. ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിലൂടെയാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം എന്താണ് ഈ ഒരു സിട്രിക് ആസിഡ് സൈക്കിൾ എന്നുള്ളത്. സോ ഇവിടെ എന്താ, കാർബോഹൈഡ്രേറ്റ്സ് ഈ ഓക്സിലോ അസിറ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഓക്സിലോ അസിറ്റേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ ഈ സിട്രിക് ആസിഡ് സൈക്കിളിന്റെ അല്ലെങ്കിൽ ക്രെബ് സൈക്ലിങ്ങിന്റെ ഫങ്ഷനിങ്ങിന് ഇത് ആവശ്യമാണ്. അപ്പോൾ ഈ സൈക്കിൾ, ഈ ക്രെബ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. എന്താ പറയണ്ടേ, ആ ഒരു കംപ്ലീറ്റ് ഫാറ്റി ആസിഡ്സിന്റെ ബ്രേക്ക് ഡൗണിന് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് പോകണം, ക്രെബ് സൈക്കിൾ പൂർണ്ണമാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ബോഡി വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് കീറ്റോൺ. അപ്പോൾ ബോഡി കീറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കീറ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കീറ്റോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലൂടെ ദാറ്റ് ക്യാൻ ലീഡ് ടു മെറ്റബോളിക് അസിഡിയോസിസ്. അത് ഈ കീറ്റോൺ പ്രൊഡക്ഷൻ എക്സസ് ആയിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, മെറ്റബോളിക് അസിഡിയോസിസിലേക്ക് പോകും എന്നുള്ളത്. അപ്പം എന്താണ് ഈ മെറ്റബോളിക് അസിഡിയോസിസ്? ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് ഇൻ ദി ആസിഡ് ബേസ് ഇക്വിലിബ്രിയം. ആ ആസിഡിൻ്റെയും ബേസിൻ്റെയും ആ ഒരു ഇക്വിലിബ്രിയം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു എക്സസ് ആയിട്ടുള്ള ആസിഡ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോസ് ഓഫ് ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു ഇൻ ദ ബ്ലഡ്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും വാട്ട് ഹാപ്പൻസ് ഈസ് ആ ബ്ലഡിൻ്റെ pH ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബ്ലഡ് അതിൻ്റെ ആ ഒരു നോർമൽ ലെവലിനേക്കാളും കൂടുതൽ അസിഡിക് ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു നോർമൽ ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നോർമൽ pH എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെത് ഇറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 7.35 to 7.45 അല്ലേ. ആൻഡ് ഈ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ഇന്ററാക്ഷൻ ഓഫ് ആസിഡ്സ്, ബേസസ് ആൻഡ് ബഫറിംഗ് സിസ്റ്റംസ്. അപ്പം ആസിഡ്സും ബേസസും ബഫറിംഗ് സിസ്റ്റംസും കൂടെ ചേർന്നാണ് ഈ ഒരു pH 7.35 to 7.45 ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ മെറ്റബോളിക് അസിഡിയോസിസ് സംഭവിക്കുന്ന എപ്പോഴാണ്? ഒന്നുകിൽ ആസിഡ് പ്രൊഡക്ഷൻ കൂടണം, ഫോർ എക്സാമ്പിൾ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ കീറ്റോ ആസിഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ഈ ഓക്സോ ആസിഡ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാതെ വരുമ്പം ഓക്സാലോ അസിറ്റേറ്റിന്റെ ആ ഒരു എന്താ പറയേണ്ടത് സപ്ലൈ അവിടെ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, ക്രെബ് സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നില്ല. ക്രെബ് സൈക്കിൾ കംപ്ലീറ്റ് ആകാതെ വരുമ്പോഴത്തേക്ക് ഈ കീറ്റോണിക് ആസിഡ്സിന്റെ പ്രൊഡക്ഷൻ അവിടെ കൂടും. അപ്പൊ അതൊരു കാരണം. ഇനി ആസിഡ് എക്സ്ക്രീഷൻ കുറയുന്ന സമയത്ത്, അപ്പോൾ അത് കിഡ്നിയുടെ ഫങ്ഷൻ ഇമ്പയർഡ് ആണെങ്കിലും എന്താ പറയണ്ടേ, ഈ നോർമൽ ആസിഡ് ബേസ് ബാലൻസിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ബൈകാർബണേറ്റ് ലെവൽസ് കുറഞ്ഞിരുന്നാലും ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു അവസരത്തിലും ഈ pHന്റെ ബാലൻസിനെ അത് സ്വാധീനിക്കും എന്നുള്ളതാണ് മറ്റൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ എന്താ പറയണ്ടേ, ഈ മെറ്റബോളിക് അസിഡിയോസിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറലി ഒരു ഫാറ്റിഗ്, വീക്ക്നെസ്, മനുഷ്യനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. റെസ്പിറേറ്ററി സിംറ്റംസും ഇതിനകത്തുണ്ട്. വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഡീപ്പ് ബ്രീതിങ് അവിടെ സംഭവിക്കും. കാരണം ബോഡി അവിടെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എക്സസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്പെൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദ ബോഡി അറ്റംപ്റ്റ്സ് ടു എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദിസ്. റെസ്പിറേറ്ററി സിസ്റ്റം അങ്ങനെ അത് എന്താ പറയണ്ടേ, അതിന്റെ പ്രവർത്തനം കുറെ കൂടെ ഹാർഡായിട്ട് മാറും. ഹൈപ്പോടെൻഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരും. അപ്പോൾ കാർഡിയോവാസ്കുലർ സിംറ്റം അതാണ് ശരിക്കും അവിടെ വരിക. ആൻഡ് മറ്റ് സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, ഹെഡേക്ക്, ഇതൊക്കെ ഇത് എന്താ പറയേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. റൈറ്റ്. ഇനി ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ, ഈ അഡിക്വറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ ഒരു കീറ്റോസിസ് പ്രിവെന്റ് ചെയ്യുന്നതിന്
നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, ആ ഒരു ഫാറ്റിൻ്റെ മെറ്റബോളിസം അത് ഫുള്ളി നടക്കണം. അത് നടന്നില്ലെങ്കിലാണ് ഈ കീറ്റോസിസിന്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാനും ഈ കീറ്റോൺ ബിൽഡപ്പ് പോലെയുള്ള അഡ്വേഴ്സ് എഫക്ട്സ് പ്രിവെന്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ ലെറ്റ് us look at the role of dietary fiber. ഓക്കെ, but dietary fiber എന്ന് പറയുമ്പോഴും ഇറ്റ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഹ്യൂമൻ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഇത് ഹ്യൂമൻ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ ഫൈബറിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് ആ ഒരു ഡൈജസ്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ കൊളസ്ട്രോൾ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് ആ ഒരു ഗട്ട് മൈക്രോബയോം നിലനിർത്തുന്നതിനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡൈജസ്റ്റീവ് ഹെൽത്തിൻ്റെ കാര്യം നോക്കുക. ഇൻസോളിബിൾ ആയിട്ടുള്ള ഫൈബർ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ആഡിങ് ടു ദ ബൾക്ക് ഓഫ് ദ സ്റ്റൂൾ അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ബവൽ മൂവ്മെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു, കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നു. അതേപോലെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായകരമാകുന്നു. അത് സോളിബിൾ ആയിട്ടുള്ള ഫൈബർ. അപ്പോൾ സോളിബിൾ ഫൈബർ ആക്ച്വലി ഇറ്റ് ബൈൻഡ്സ് ടു ബൈൽ ആസിഡ്സ് ഇൻ ദ ഇൻറ്റസ്റ്റൈനിലെ ബൈൽ ആസിഡ്സുമായിട്ട് അത് ബൈൻഡ് ചെയ്യുന്ന അങ്ങനെയാണ് എന്താ പറയേണ്ടത്, കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ലോവേഴ്സ് ദ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് ദി പ്രീബയോട്ടിക് എഫക്റ്റ്. പ്രീബയോട്ടിക് എഫക്റ്റ് ശരിക്കും ചില ടൈപ്സ് ഓഫ് ഡയറ്ററി ഫൈബർ സച്ച് ആസ് FOS, അപ്പം ഫ്രക്ടോ ഒലിഗോസാക്രൈഡ്സ്, അതിനെ FOS എന്ന് പറയുന്നത്. ദേ ആക്ട് ആസ് പ്രീബയോട്ടിക്സ്. അതിൻ്റെ പ്രീബയോട്ടിക്സ് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു റോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ FOS എന്താ പറയേണ്ടത്, അത് ഒരു ഇനുലിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനുലിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ഫീഡ് ദ ഗട്ട് ബാക്ടീരിയ. നമ്മുടെ ഗട്ടിലുള്ള ബെനഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയനെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദേ സപ്പോർട്ട് ബാലൻസ്ഡ് മൈക്രോബയോം. ആ മൈക്രോബയോമിനെ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നത്. ആൻഡ് ആ മൈക്രോബയോം ബാലൻസ്ഡ് ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് ഡൈജഷൻ ഇംപ്രൂവ്ഡ് ആകുന്നത്, ഇമ്മ്യൂൺ ഫങ്ഷൻ നിലനിന്ന് പോകുന്നത്, ആൻഡ് അതേപോലെ മെന്റൽ ഹെൽത്തിനും ഇത് ആവശ്യമായിട്ട് ഉണ്ട് എന്നാണ്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജഷൻ ആൻഡ് ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ. ഡയറ്ററി ഫൈബർ നമ്മൾ ആ ഒരു ഓവറോൾ ഹെൽത്തിനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലേ. അപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ, അപ്പോൾ ഒന്ന് ആ ഒരു എന്താ പറയേണ്ടത്, ഗട്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ആൻഡ് ഒരു ഇമ്മ്യൂൺ ഡിഫൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊളസ്ട്രോളിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ അത് സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. ആൻഡ് ആ പ്രീബയോട്ടിക് എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചില ഫൈബേഴ്സിൻ്റെത്. അപ്പോൾ ആ ഒരു ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹെൽത്തി ഗട്ട് മൈക്രോബയോം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായകരമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. റൈറ്റ്, ഓക്കെ. സോ നൗ വി വിൽ ലുക്ക് അറ്റ് ദി മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഈ സമ്മറി നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. നൗ വി വിൽ ലുക്ക് അറ്റ് ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം ശരിക്കും ഡൈജഷനോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇത് ആ ഒരു ഇനിഷ്യൽ ഡൈജഷൻ നമ്മുടെ മൗത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ പറയേണ്ടത്, ഡൈജഷൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ അത് സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ ആയി, അല്ലെങ്കിൽ അത് സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നു. സിമ്പിൾ ഷുഗേഴ്സ് മാത്രമാണ് നമുക്ക് അബ്സോർബ് ചെയ്ത് ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷ്യോർസ് ദാറ്റ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു കൺവേർഷൻ, പ്രത്യേകിച്ചും മോണോസാക്രൈഡ്സ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ, അതിലും പ്രൈമറിലി ഗ്ലൂക്കോസിനായിട്ടുള്ള ആ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു. കാരണം മോണോസാക്രൈഡ് പ്രത്യേകിച്ചും ഗ്ലൂക്കോസിന്റെ ഫോമാറ്റിലോട്ട് വന്നെങ്കിൽ മാത്രമേ
ബോഡിക്ക് റെഡിലി അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർബ് ചെയ്ത് പിന്നെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലേ ടു ദ സെൽസ്, ആ ഒരു എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിട്ട്. സോ ഇനിയിപ്പം നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം, എങ്ങനെ അതിൻ്റെ ആ ഒരു ഡൈജഷൻ അല്ലെങ്കിൽ ആ ഒരു മെറ്റബോളിസം നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്. So here we start with digestion and absorption. അത് ഇനിഷ്യൽ ഡൈജഷൻ ഇൻ ദ മൗത്ത് എന്നുള്ളതാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നമ്മൾ ചൂ ചെയ്യുന്ന സമയത്ത് തന്നെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താ അവിടെ നമുക്ക് സലൈവറി അമൈലേസ് ഉണ്ടല്ലേ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ടയാലിൻ. ഇവിടെ സൈലന്റ്, ടയാലിൻ അല്ല, ടയാലിൻ എന്ന് ആണ് സലൈവറി അമൈലേസ്. അപ്പൊ സലൈവയിൽ തന്നെയുള്ള അത് ആണ് ശരിക്കും. ഇവിടെ നിന്ന് തുടങ്ങുന്നു ആ എന്താ പറയേണ്ടത് ബ്രേക്കിംഗ് ഡൗൺ സ്റ്റാർച്ച്. ഇപ്പൊ സ്റ്റാർച്ച് എന്താണ്? പോളിസാക്രൈഡ് ആണ് അല്ലെ. അതിനെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താണ് ഈ സലൈവറി അമൈലേസ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് സ്റ്റാർച്ചിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ആൻഡ് ഒരു പാർഷ്യൽ ഹൈഡ്രോളിസിസ് അവിടെ നടന്ന് അതിനെ മാൾട്ടോസ് ആക്കിയിട്ട് മാറ്റുന്നു. മാൾട്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. അത് പോളിസാക്രൈഡിനേക്കാളും ഒരു സ്മോളർ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ആൻഡ് ഈ ഒരു എൻസൈമിന്റെ ഈ ഒരു ആക്ഷൻ മൗത്തിൽ നടക്കുന്നത് അതൊരു ബ്രീഫായിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, സലൈവറി അമൈലൈസ് ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൺലി ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൺലി ഫങ്ഷൻസ്, അതായത് ഈ സലൈവറി അമൈലൈസിന്റെ ഫങ്ഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഇറ്റ് ഫങ്ഷൻസ് വൈൽ ദ ഫുഡ് റിമെയിൻസ് ഇൻ ദ മൗത്ത് ആൻഡ് അപ്പർ സ്റ്റമക്ക്. ഫുഡ് ഇത് മൗത്തിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു അപ്പർ സ്റ്റമക്കിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ സലൈവറി അമൈലൈസ് ഫങ്ഷൻ ചെയ്യുന്നത്. ആ ഒരു ഫുഡ് അതിനുശേഷം അത് ഒരു ആസിഡിക് എൻവയൺമെന്റിലേക്കാണല്ലോ ചെല്ലുന്നത്, ആ ഒരു സ്റ്റൊമക്കിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ആസിഡിക് എൻവയൺമെന്റിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് എമൈലൈസിന്റെ ആക്ടിവിറ്റി അവിടെ നിലയ്ക്കുകയാണ്, അതവിടെ നിൽക്കുകയാണ്. കാരണം ഇറ്റ് റിക്വയർസ് അഗെയിൻ എന്താ പറയണ്ടേ, ഇറ്റ് റിക്വയർസ് a neutral to slightly alkaline pH to function effectively. അത് അമൈലൈസിന്റെ പ്രത്യേകതയാണ്. അമൈലൈസിന് ഒന്നുകിൽ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ കുറച്ച് ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു pH ഉണ്ടെങ്കിലേ അതിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് കഴിയൂ. അപ്പോൾ അത് ശരിക്കും അങ്ങ് ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു അസിഡിക് എൻവയൺമെന്റിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ അമൈലൈസ് കനോട്ട് ഫങ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം we start with the continued digestion in the small intestine. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? ആ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ മെജോറിറ്റി ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ ഇവിടെയാണ് ആ പാൻക്രിയാസ് ജനറേറ്റ് ചെയ്യുന്ന എൻസൈംസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് എൻസൈംസ് ആ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ് ഇവിടെ നിന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദെൻ കംസ് ദ റോൾ ഓഫ് ദ പാൻക്രിയാറ്റിക് അമൈലേസ്. അപ്പോൾ പാൻക്രിയാസ് ആക്ച്വലി സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് അമൈലേസ് ആണ്. ആൻഡ് ദിസ് ഇസ് സെക്രീറ്റഡ് ഇൻ ടു ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ ഓഫ് ദ കാർബോഹൈഡ്രേറ്റ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ ഒരു ബ്രേക്ക് ഡൗൺ ഓഫ് എനി റിമൈനിങ് ആയിട്ടുള്ള സ്റ്റാർച്ച്, അതായത് ഓൾറെഡി ഒരു ചെറിയൊരു ഡൈജഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അതിലിനി ബാക്കി നിൽക്കുന്നതിനെ മാൾട്ടോസ് ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ മാൽറ്റോറിയോസ് ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ഡെക്സ്ട്രിൻസ് ആയിട്ട് മാറ്റുന്നു. ഡെക്സ്ട്രിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ചെയിൻസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ അഗെയിൻ ഫർദർ ബ്രേക്ക് ഡൗൺ ഇസ് ഹാപ്പനിങ് ബൈ ദി ഡൈസാക്രൈഡ്സ്. അപ്പോൾ ഈ പോളിസാക്രൈഡ്സ്, അതായത് വൺസ് ദ പോളിസാക്രൈഡ്സ് ആൻഡ് ദി ഒളിഗോസാക്രൈഡ്സ് ആർ ബ്രോക്കൺ ഡൗൺ, ഈ പോളിസാക്രൈഡ്സും ഒളിഗോസാക്രൈഡ്സും വൺസ് ദേ ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഡൈസാക്രൈഡ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് വിൽ സ്റ്റാർട്ട് ആക്ടിങ് ദെൻ. ആൻഡ് ഈ എൻസൈംസ് എന്ന് പറയുന്നത് ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് എപ്പിത്തീലിയൽ സെൽസ്. അത് പിന്നെ ആ ഒരു ഡൈജഷൻ, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ പ്രോസസ്സിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മാൾട്ടേസ് ചെയ്യുന്ന എന്താണ്? മാൾട്ടേസ് ആക്ച്വലി ബ്രേക്സ് ഡൗൺ മാൾട്ടോസ് ഇൻടു 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ആൻഡ് സുക്രേസ് എന്താ ചെയ്യുന്നത്? ഹൈഡ്രോളിസിസ് ആണ് അവിടെ ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് സുക്രോസ് ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ആൻഡ് ലാക്ടേസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്പ്ലിറ്റ്സ് ലാക്ടോസ് ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അപ്പോൾ ഈ ഡൈസാക്രൈഡ്സ് ഇത് എൻഷുർ ചെയ്യും, അതായത് ദാറ്റ് ഓൾ
all the disaccharides are converted into monosaccharides എന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ വരുത്തുന്നത്. ഇപ്പോൾ monosaccharides either in the form of glucose, fructose or galactose എങ്കിലേ അത് ബോഡിക്ക് വീണ്ടും അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു മോണോസാക്രൈഡ്സിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് മോണോസാക്രൈഡ്സ്. അപ്പോൾ ഈ ഒരു റിസൾട്ടിങ് മോണോസാക്രൈഡ്സ്, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആയിട്ട് ഇപ്പം മാറ്റിയല്ല, ദീസ് ആർ അബ്സോർബ്ഡ് ത്രൂ ദ വാൾസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ വാൾസിലൂടെ അതിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് അത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് നമ്മളിപ്പോൾ ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ അബ്സോർബ്ഡ് വയ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് എന്ന് നമ്മൾക്ക് അതിനെ പറയാം. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഉപയോഗിക്കുന്നത് ആ ഒരു സോഡിയം ഗ്ലൂക്കോസ് കോൺട്രാൻസ്പോർട്ടർ, അതായത് ഇവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് SGLT1 ആൻഡ് ദിസ് റിക്വയേഴ്സ് എനർജി എന്നുള്ളതാണ്. ഇനി ഫ്രക്ടോസിന്റെ കാര്യം പറയാനാണെങ്കിലോ, this is absorbed through facilitated diffusion. ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഏത് വഴി നടക്കുന്ന? ആ GLUT5 ട്രാൻസ്പോർട്ടറിലൂടെ നടക്കുന്നു. ഇതിന് എനർജി വേണ്ട എന്നുള്ളതാണ്. ഈ ഗ്ലൂക്കോസും ഗാലക്ടോസും അബ്സോർബ് ചെയ്യുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ്. ആൻഡ് ദാറ്റ് യൂസസ് സോഡിയം ഗ്ലൂക്കോസ് കോൺട്രാൻസ്പോർട്ടർ ആൻഡ് അതിന് എനർജി ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഈ ഫ്രക്ടോസിന്റെ അബ്സോർപ്ഷന് എനർജി വേണ്ട, ബിക്കോസ് ഇറ്റ് യൂസസ് GLUT5 ട്രാൻസ്പോർട്ടർ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, ആൻഡ് ഈ ഒരു അബ്സോർപ്ഷന് ശേഷം, ദിസ് ഇസ് ദ ലിവർ മെറ്റബോളിസം ദാറ്റ് ഹാപ്പൻസ് ദേ. ഈ ഒരു അബ്സോർപ്ഷന് ശേഷം മോണോസാക്രൈഡ്സ് ആക്ച്വലി അത് ആ ഒരു ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എൻട്രി ചെയ്യുന്നു, ആൻഡ് ദെൻ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ലിവർ. ആൻഡ് ലിവർ എന്താ ചെയ്യുന്നത്? ഇറ്റ് കൺവേർട്സ് ആ ഫ്രക്ടോസും ഗാലക്ടോസിനെയും അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിറ്റീസ് ശരീരത്തിന് ആവശ്യമായ ആ ഒരു രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് ഇനി നമുക്ക് മെറ്റബോളിക് പാത്വേസ് ആണ് ശരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഓക്കെ, സോ ഇത് കാർബോഹൈഡ്രേറ്റ്സിന്റെ തേർഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ മുന്നത്തെ 2 പാർട്സിനുള്ള ലിങ്ക്, ആ 2 പാർട്സിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം ഇഫ് യു ഹാവൻ സീൻ ഇറ്റ്. ആൻഡ് അതേപോലെ 2 ലിങ്ക്സ് മറ്റതുണ്ടാവും എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കും. ആൻഡ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിസ്കഷൻസും ക്വസ്റ്റൻസും ഒക്കെ നമ്മൾ അവിടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഗോൾഡ് ബാച്ചും കൂടിയുണ്ട്. അപ്പോൾ ഈ ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ട്സ് ലഭ്യമാകും, കംപ്ലീറ്റ് ആയിട്ടുള്ളത് ക്വിസസ് ഉണ്ടാകും, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ് ആൻഡ് ലൈവ് ക്ലാസ്സസ്, അങ്ങനെ തുടങ്ങി ഒട്ടനേകം ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഗോൾഡ് ബാച്ചിൻ്റെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ബട്ട് ഇൻ എനി കേസ് നിങ്ങൾ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടായിരുന്നാലും നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്. Wish you all the very best. Thank you.